വയനാട്ടിലെ കരടിയെ പിടികൂടാൻ കഴിഞ്ഞില്ല. വയനാട് വെള്ളമുണ്ട കരിങ്ങാരിൽ ഇറങ്ങിയ കരടിയെ പിടികൂടാനില്ല. വനംവകുപ്പ് ഉദ്യോഗസ്ഥരെ മൈക്ക് വെടിവെക്കാനുള്ള ശ്രമം വിജയിച്ചില്ല. 2 ദിവസം മുൻപ് പയ്യമ്പള്ളിയിൽ ഇറങ്ങിയ കരടിയാണ് ജനവാസ കേന്ദ്രത്തിൽ തുടരുന്നത്. ഇന്ന് രാവിലെ മുതൽ കരടിയുടെ പിറകെയായിരുന്നു നാട്ടുകാരും വനംവകുപ്പ് ഉദ്യോഗസ്ഥരും. വെള്ളമുണ്ട പഞ്ചായത്തിലെ കരിങ്ങാരിപ്പാടത്ത് കരടി പായുന്ന ദൃശ്യം പുറത്തു വന്നത് ഉച്ചയ്ക്ക് ശേഷം. ഉച്ച കഴിഞ്ഞ് വയലിനുള്ളിലെ തുരുത്തിലൊന്നിൽ പതിയിരുന്നു കരടി. വനംവകുപ്പ് ഉദ്യോഗസ്ഥർ സ്ഥലം വളഞ്ഞു. പടക്കം പൊട്ടിച്ചപ്പോൾ മറ്റൊരു തുരുത്തിലേക്ക് പാഞ്ഞു. വീണ്ടും വനംവകുപ്പ് ശ്രമം തുടർന്നു. തുടർച്ചയായി പടക്കം പൊട്ടിച്ചതോടെ കരടി വയലിലൂടെ കക്കടവ് ഭാഗത്തേക്ക് നീങ്ങി. ഇന്ന് രാവിലെയാണ് നമ്മളിവിടെ കാണുന്നത്. രാവിലെ നമ്മൾ 7 മണി, ഒരു 7 മണിക്ക് ശേഷം എല്ലാവരും ഈ സമയം വരെ എല്ലാവരും ഉണ്ട്. ഇത്രയും നേരമായിട്ട് പണിയും മറ്റേ ഭക്ഷണം കഴിക്കാത്ത ഒക്കെ ആൾക്കാരുണ്ട്. അതുപോലെ തന്നെ പിള്ളേരൊന്നും സ്കൂളിൽ പോയിട്ടില്ല. എന്ന് ഇനി പിടിക്കുന്ന പ്രതീക്ഷയായിരുന്നു. അത്രയും അതാണ് കൂടെ പിടിക്കുന്ന പ്രതി നമ്മൾ എത്രയും കൂടെ വന്നത്. ഇവർക്ക് നല്ല അവസരം ഇഷ്ടംപോലെ അവർ കിട്ടിയിട്ടുണ്ടായിരുന്നു. ഇരുട്ട് വീണതോടെ ശ്രമം ഉപേക്ഷിച്ച് RRT സംഘം മടങ്ങി. പ്രദേശത്ത് വനംവകുപ്പ് ഉദ്യോഗസ്ഥരുടെ നിരീക്ഷണം തുടരുന്നു. 2 ദിവസം മുമ്പ് പയ്യമ്പള്ളിയിലാണ് ഈ കരടിയെ ആദ്യം കണ്ടത്. ഇതിനുശേഷം മാനന്തവാടി വള്ളിയൂർക്കാവ് ക്ഷേത്ര സമീപത്ത് കരടിയെ കണ്ട CCTV ദൃശ്യങ്ങൾ പുറത്തു വന്നു. തോണിച്ചാലിലും എടവക പഞ്ചായത്തിലെ മറ്റ് പലയിടത്തുമെത്തിയ കരടി ഒടുവിൽ വെള്ളമുണ്ട പഞ്ചായത്തിൽ. ജനവാസ മേഖലയിലാണ് 2 നാളായി കരടിയുടെ സാന്നിധ്യം. ആശങ്ക പങ്കുവയ്ക്കുന്നുണ്ട് നാട്ടുകാർ. പ്രകാശൻ പള്ളത്തിനൊപ്പം സുർജിത്ത് അയ്യപ്പത്ത്, 24 വയനാട്.